ആഷിക്ക് 40 വർഷമായി CPIക്ക് വേണ്ടി പ്രവർത്തിച്ച VS സുലോചനൻ. അദ്ദേഹം ജില്ലാ കൗൺസിൽ അംഗമൊക്കെ ആയിരുന്നു. പക്ഷേ നേമത്ത് വി ശിവൻകുട്ടിക്കെതിരായി വി ശിവൻകുട്ടി തോൽക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി BJPയുമായി കൂട്ടുചേർന്നു എന്ന കാരണം കാണിച്ച് VS സുലോചനെ പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. ശരിക്കും ഈ വി ശിവൻകുട്ടിക്കെതിരെ നേമത്ത് അങ്ങനെ ഒരു റിബൽ ടീം വർക്ക് ചെയ്തിട്ടുണ്ടോ? BJPയുമായി ഒരു സഖ്യമുണ്ടാക്കി ഈ പറയുന്ന CPI വി ശിവൻകുട്ടിയെ തോൽപ്പിക്കുവാനായി ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇത് CPI നേരിട്ട് ഇടപെട്ട് വി ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വി ശിവൻകുട്ടിയും സുലോചനനും തമ്മിൽ വാർഡ് കൗൺസിലർ ആ ഒരു സമയത്ത് മുമ്പുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഒരു വിരോധം അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടന്നിരുന്നു. ആ ഒരു വിരോധം മനസ്സിൽ വെച്ച് വി ശിവൻകുട്ടിക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു വി ശിവൻകുട്ടിക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു പരാതിന്മേലാണ് ഇദ്ദേഹത്തെ വി സുലോചനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഒരു ശബ്ദരേഖയൊക്കെ പുറത്തു വന്നിരുന്നു. അതെ, 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ BJPക്കാരനുമായിട്ടുള്ള ഒരു സംഭാഷണം അതാണ് പുറത്തു വന്നത്. വി ശിവൻകുട്ടിയോട് താങ്കൾക്ക് എതിർപ്പില്ലേ, വിയോജിപ്പില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉണ്ട് ഒരു അദ്ദേഹത്തിന് വോട്ട് ലഭിക്കില്ല അല്ലെങ്കിൽ അതുപോലെ പ്രവർത്തിക്കില്ല എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇതാണ് പാർട്ടിക്ക് ഇദ്ദേഹത്തെ പുറത്താക്കാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ കാരണമായത്. പിന്നെ അദ്ദേഹം ന്യായം പറയുന്നുണ്ട്, മെയ് 4 അറിയാം ഞാൻ വോട്ട് മറിച്ചോ ഇല്ലയോ എന്നുള്ളത്, അങ്ങനെയും പറയുന്നുണ്ട്. ഈ നേമത്ത് വി ശിവൻകുട്ടി എന്ന് പറയുന്നത് ശിവൻകുട്ടി അണ്ണനാണ്, തിരുവനന്തപുരംകാരുടെ ശിവൻകുട്ടി അണ്ണനാണ്. നേമത്ത് ശിവൻകുട്ടി പാട്ടുപാടി വിജയിക്കും, അതായത് ഒരു നാടൻ പ്രയോഗമാണ് പാട്ടും പാടി വിജയിച്ചു വരും എന്ന് പറയുന്ന ഒരു പദപ്രയോഗം തന്നെ വി ശിവൻകുട്ടിയുടെ പേരിലുണ്ട്. അപ്പോൾ താൻ ഗൂഢാലോചന നടത്തി എന്നുള്ളത് ഈ പറയുന്ന ശബ്ദരേഖ കൊണ്ട് മാത്രം തെളിയിക്കേണ്ടതല്ല. 4-ാം തീയതി വി ശിവൻകുട്ടി ജയിക്കും, എന്തൊക്കെ ചെയ്താലും വി ശിവൻകുട്ടി ജയിക്കുമെന്നുള്ളൊരു ഉറപ്പ്. ആ ഉറപ്പിന്റെ പുറത്ത് ഇദ്ദേഹം ഈ പറയുന്ന VS സുലോചനൻ അദ്ദേഹം കൈ കഴുകുകയാണ്. പണ്ട് പിലാത്തോസ് ചെയ്ത പോലെ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, പക്ഷെ എല്ലാം ഒപ്പിച്ചത് ഞാനാണ്, പക്ഷെ എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണോ സുലോചനൻ? സുലോചനന്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഈ സർക്കാരിന്റെ സഖ്യകക്ഷിയായ CPI, LDFന്റെ സഖ്യകക്ഷിയായ CPI അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതൃപ്തിയാണ്. CPMഉം CPIയും തമ്മിൽ പ്രത്യക്ഷമായെങ്കിലും പരോക്ഷമായി ആശയപരമായി വിയോജിപ്പുണ്ട്. അപ്പോൾ ഈ CPI എന്ന പാർട്ടിക്കുള്ളിലും CPIക്ക് CPMനോടുള്ള ഒരു വിയോജിപ്പും അതിൽ പ്രവർത്തകർ ഏറ്റവും താഴെ ഇപ്പോൾ ഈ ബ്രാഞ്ച് തല പ്രവർത്തകർ തീരെ നിരാശയിലാണ്, അത് അവർ അതൃപ്തരുമാണ്. അപ്പോൾ ഇതൊക്കെ ആവാം ഒരുപക്ഷെ സുലോചന് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സംഘം ശിവൻകുട്ടിക്കെതിരെ തിരിയുമെന്ന് ഒരു റിപ്പോർട്ട് വന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഈ വ്യക്തമായി പാർട്ടിക്കുള്ളിൽ CPIഎമ്മും CPIയും തമ്മിൽ ഒരു ഭിന്നതയുണ്ടോ? അതായത് എനിക്ക് തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഈ CPIഎം മത്സരിക്കുന്നിടത്ത് CPI സപ്പോർട്ട് കൊടുക്കുന്നു, CPI മത്സരിക്കുന്നിടത്ത് CPIഎം സപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷെ ഇതൊക്കെ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിലേക്ക് ഇടുന്ന ഒരു പൊടിമറ മാത്രമാണോ? ശരിക്കും ഇവർക്ക് തമ്മിൽ, അതായത് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്കും ഇടയിൽ സഖ്യകക്ഷിയാണ്, ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്കും ഇടയിൽ ഒരു വിള്ളലുണ്ടോ? പ്രത്യക്ഷമായില്ലെങ്കിലും പരോക്ഷമായുണ്ട്, ആശയപരമായുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഈ മുമ്പ് നടന്ന PM ശ്രീ അറിയാമല്ലോ, മുഖ്യമന്ത്രിയും വി ശിവൻകുട്ടി മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒരുമിച്ച് എടുത്ത തീരുമാനം ആ ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു. ഈ ഒരു സഖ്യകക്ഷിയോട് പോലും പറയുന്നില്ല. അതിനെ തുടർന്ന് തർക്കങ്ങളുണ്ടാവുന്നു, വിദ്യാർത്ഥി സംഘടന സമരം നയിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഉടമ്പടി പിൻവലിക്കുന്നു. അതായത് ഈ സഖ്യകക്ഷിക്ക് പോലും ഒരു വില കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക്, ഈ ഒരു ആശയപരമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരുമിച്ച് പോകുന്നു. ഈ രണ്ട് പാർട്ടികളും ഒരുമിച്ച് തോൾ ഒരുമിച്ച് പോകുന്നു. പക്ഷേ എങ്കിലും ആ ഒരു സമയത്ത് ഇവരുടെ ഒരു വിയോജിപ്പ് പരോക്ഷമാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അദ്ദേഹത്തിന് ഈ സർക്കാരിനെതിരെ പറയാനുള്ള ഒരു എന്താ പറയുക താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു വിമുഖത കാണിക്കുകയാണ്, അല്ലെങ്കിൽ ആ പ്രതികരണ ശേഷിയില്ല. ഇപ്പോൾ P കൃഷ്ണപിള്ള മുതൽ ബിനോയ് വിശ്വം വരെ എത്തുമ്പോൾ CPI എന്ന പാർട്ടി വെറും ഈർക്കിൾ പാർട്ടി പോലെ ചുരുങ്ങുകയാണ്. വെളിയങ്കോട് ഭാർഗവൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു കാനൻ രാജേന്ദ്രൻ പോലെയുള്ള പാർട്ടി നേതാക്കളുടെ ആ പാർട്ടി സെക്രട്ടറിമാരുടെ ഒരു ലെവലിലേക്ക് ബിനോയ് വിശ്വം എത്തുന്നില്ല എന്നല്ല, അദ്ദേഹം എത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശ്രമിക്കുന്നില്ല, അദ്ദേഹത്തിന് അവിടെ അഭിപ്രായമില്ല. CPM എന്ന പാർട്ടി എടുക്കുന്ന സഖ്യകക്ഷി എടുക്കുന്ന ആ ഒരു തീരുമാനത്തോട് CPI എതിർപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നില്ല, പരസ്യമായി പ്രതികരിക്കുന്നില്ല. അതെ, ശരിക്കും ആഷിക്ക് ഈ
പ്രതികരിക്കാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും പാലിക്കുന്ന മൗനമെന്ന് പറയുന്നത് അദ്ദേഹം അതായത് അദ്ദേഹത്തിന് ചില പവറുകളുണ്ട്. അദ്ദേഹത്തിന് എതിർക്കാം, ഡിബേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുമായി നിൽക്കുമ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ അത് ഞങ്ങളെ കൂടി ബാധിക്കുന്നുണ്ട് എന്ന് പറയുവാനുള്ള ഒരു പവർ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം എന്തുകൊണ്ട് അതൊന്നും നേരിടുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് എന്തുകൊണ്ട് എടുത്ത് പ്രയോഗിക്കുന്നില്ല? ഒരു വടി കയ്യിലുണ്ട്, പക്ഷെ അടിക്കില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ അത്? അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ വെച്ച് നോക്കുമ്പോൾ മൗനം വിദ്വാനുഭൂഷണം. പക്ഷേ മറ്റുള്ളവരുടെ വ്യൂവിൽ കാഴ്ചപ്പാട് എന്തായിരിക്കും എന്നറിയോ? ഒരു ബുദ്ധിമാന്റെ മൗനം അതൊരു വലിയ ദുരന്തമായി മാറും. ഈ ബുദ്ധിമാന്റെ മൗനം കൊണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ, ആഷിക്ക് പറഞ്ഞ പോലെ, ബുദ്ധിമാന്റെ മൗനം കൊണ്ട് ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്ന ആ ഒരു തിയറി, ആ ഒരു തിയറിക്ക് ഇവിടെ യാതൊരു വിലയുമില്ലല്ലോ. കാരണം പണ്ട് മഹാഭാരത യുദ്ധത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, മുന്നിൽ നിന്ന് യുദ്ധം നയിക്കുന്നതിനേക്കാൾ നല്ലത് പിന്നിൽ നിന്ന് പട നയിക്കുന്നതാണ്. പക്ഷെ പട നയിക്കാൻ പോലും അതാണ് ഞാൻ വരുന്നത്. മുന്നിൽ നിന്ന് മുറിവേൽക്കുന്നതിനേക്കാൾ നല്ലത് പിന്നിൽ നിന്ന് യുദ്ധം നയിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഭീഷ്മ പിതാമഹനെ വീഴ്ത്തുവാനായി മുൻപിൽ ശിഖണ്ഡിയെ നിർത്തിയ അർജുനനെ പോലെ അദ്ദേഹം ഒന്നിനും കൊള്ളാത്ത കുറച്ച് ആൾക്കാരെ മുന്നിൽ നിർത്തിയിട്ട് പിന്നിൽ നിന്ന് അമ്പെയ്യുമ്പോൾ ആ അമ്പുകൾ ലക്ഷ്യം കൊള്ളാതെ പോവുകയല്ലേ ചെയ്യുന്നത്. അതെ, അത് മാത്രമല്ല, അദ്ദേഹം ശരിയായ ഒരു രീതിയിൽ പ്രതികരിച്ചില്ലെങ്കിൽ അതിൽ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ നാട്ടികയിൽ CPI സ്ഥാനാർത്ഥി NDA ഒരു ഭാഗമായി മത്സരിക്കില്ലായിരുന്നു. വൈക്കത്ത് 10 വർഷം മുമ്പ് MLA ആയിരുന്ന ഒരു വ്യക്തി, മുൻ MLA, അദ്ദേഹം NDAയുടെ ഭാഗമായി വൈക്കത്ത് അതേ ഒരു മണ്ഡലത്തിൽ CPIക്കെതിരെ മത്സരിക്കില്ലായിരുന്നു. അല്ല, പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ശക്തമാണ്. ഈ ഇലക്ഷൻ സമയത്ത് തന്നെ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ ശക്തരായ അണികൾ തന്നെ കൊഴിഞ്ഞു പോയിട്ട് നമുക്കറിയാം. TK ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ, അതുപോലെ തന്നെ PK ശശി, നമ്മുടെ ആയിഷ പോറ്റി, അങ്ങനെ എണ്ണം പറഞ്ഞ G സുധാകരൻ അടക്കം. അപ്പോൾ എന്താ പറയുന്ന പ്രബലരായ മുഖങ്ങൾ, അല്ലെങ്കിൽ മുൻപിൽ നിന്ന് മുറിവേൽക്കാതെ തന്നെ യുദ്ധം നയിക്കുവാൻ കരുത്തുണ്ടായിരുന്ന പോരാളികളെ മുഴുവൻ കൈവിട്ട് യുദ്ധക്കളത്തിൽ ആയുധങ്ങളില്ലാതെ പോയ CPIഎമ്മിന് പിന്നിൽ നിന്ന് ഒരു സാരഥിയെപ്പോലെ സാരോപദേശം കൊടുക്കേണ്ട CPIഎം എന്ന് പറയുന്ന പോർക്കളത്തിൽ വീണു പോയിട്ടുള്ള അർജുനന് മുൻപിൽ നിന്ന് സാരോപദേശം കൊടുത്ത് ഉയർത്തിക്കൊണ്ട് വരേണ്ട CPI കാണിക്കുന്ന ഈ അകൽച്ച, ശരിക്കും പറഞ്ഞാൽ ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, ആടി ഉലയുകയില്ല എന്ന് പറഞ്ഞ് ടൈറ്റാനിക് പോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മഞ്ഞുമലയിൽ ഇടിച്ച് ആഴ്ന്നു പോയ ആ ഒരു മനോഹര കപ്പൽ പോലെ ഈ പറയുന്ന ആടി ഉലയാത്ത കപ്പൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന മഞ്ഞുമലയിൽ ഇടിച്ച് ഇനിയൊരു തിരിച്ചുവരവില്ലാതെ കേരള മനസാക്ഷിയുടെ, അല്ലെങ്കിൽ കേരളത്തിന്റെ മനസ്സിന്റെ ഓർമ്മയുടെ ആഴങ്ങളിലേക്ക് മറയുവാൻ നിൽക്കുമ്പോൾ ഒരു താങ്ങായി നിൽക്കേണ്ട CPIയും കൂടെ കൈവിടുമ്പോൾ ഒരു പതനം പൂർത്തിയാവുകയല്ലേ ഇവിടെ? അതെ, ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രതികരണമാണ് ഞാൻ പറയുന്നത്. CPIമാരല്ലേ, അവരത് ചെയ്യും, അതവർ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷെ CPI ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം ഒരു സാധാരണക്കാരനൊരു വിശ്വാസമാണ് CPI എന്നുള്ളൊരു പാർട്ടി. സാധാരണ, അതായത് തൊഴിലാളി വർഗത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന CPI പാർട്ടി, ആ ഒരു പാർട്ടി ഇപ്പോൾ ഈ CPM എന്നുള്ള ഒരു പാർട്ടിയോട് വിധേയത്വമുള്ള ഒരവസ്ഥയാണ് ഇലക്ഷനും തൊട്ട് മുമ്പ് വരെയുള്ള കാലം നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇലക്ഷൻ സമയത്ത് നമ്മളെല്ലാം ഒരുമിച്ചല്ലേ ഒറ്റക്കെട്ടല്ലേ എന്ന നിലയിലും അതൃപ്തി ഉള്ളിലടക്കി സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്, സാധാരണ പ്രവർത്തകരാണ്. മേലെയുള്ള പ്രവർത്തകരല്ല, ഉത്തരവിടുന്ന പ്രവർത്തകരല്ല, സാധാരണ താഴേക്കിടയിലുള്ള സാധാരണ പ്രവർത്തകർ. ഇതെല്ലാം നമ്മളെല്ലാം ഒന്നല്ലേ എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ കാഴ്ച ഉണ്ടായിരുന്നത്, നമ്മൾ കണ്ടിരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ വർഷം വരെ CPIയിൽ ഉണ്ടായിരുന്ന ഒരു മുതിർന്ന നേതാവ് ഉണ്ടായിരുന്നു, K. ഇസ്മായിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഞാൻ കൈപിടിച്ച് ഉയർത്തിയ എൻ്റെ കുട്ടികൾ എനിക്ക് തന്ന 81ാം വയസ്സിൽ തന്ന ഒരു അവാർഡാണ് സസ്പെൻഷൻ. അതെ, ഈ ബിനോയ് വിശ്വം ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാനൻ രാജേന്ദ്രൻ ഒന്ന് ശരിയായ രീതിയിൽ തീരുമാനമെടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിലുണ്ടാവുമായിരുന്നു. ഒരു ഉപദേഷ്ടാവായി, അല്ലെങ്കിൽ ഒരു നിരീക്ഷകനായി, അല്ലെങ്കിൽ ഒരു ഗൈഡായി കൂടെ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തെ പ്രായത്തിൻ്റെയും മറ്റു പല ഉൾപാർട്ടി ഭിന്നത അഭിപ്രായങ്ങൾ കൊണ്ടും അദ്ദേഹത്തിനെ 6 മാസം സസ്പെൻഡ് ചെയ്ത് ആ ഒരു പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി കൈകഴുകി ഒഴിവാക്കുകയായിരുന്നു. ഇങ്ങനെയെല്ലാം ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരൻ തോന്നിപ്പോവും, CPI എന്താ CPM പോലെ ആവുകയാണോ? എന്താണെങ്കിലും CPI ഭിന്നത, അത് മുൻപ് പറഞ്ഞ പോലെ തന്നെ
CPIM-ന്റെ പതനത്തിൻ്റെ ആക്കം കൂട്ടുകയാണ്. ഭിന്നതകൾ സ്വാഭാവികമാണ്. പക്ഷേ ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞാൽ സംസാരിച്ചാൽ തീരാത്ത ഭിന്നതകളൊന്നും തന്നെ ഇല്ല. പക്ഷേ എന്തൊക്കെയോ ഒരു എന്താ പറയുക, ഒരു ഈഗോ, അതിനൊരു മലയാളം പദം അതില് സുപ്പീരിയറിറ്റി കോംപ്ലക്സ്, അതെ. ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്, അതായത് ഇതാണ് രണ്ട് പാർട്ടികളുള്ളത്. ഞാനാണ് വലിയവൻ, ഞാൻ എന്തിന് അവൻ്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കണം എന്നുള്ള ആ ഒരു അഹന്ത അല്ലെങ്കിൽ ഒരു തൻ പോരായ്മ കൊണ്ട് തകർന്നു പോകുന്നത് ഇവിടെ നിലനിൽക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. ഭിന്നതകൾ ഒരുപാടുണ്ടാവാം. പക്ഷേ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വർഗീയ ശക്തികൾ തലപൊക്കുമെന്നുള്ളത് ഇവിടെ സാധാരണ ജനങ്ങൾക്കറിയാം. പക്ഷേ പതനത്തെ പൂർത്തിയാക്കുകയാണ്. ആസന്നമായ ദുരന്തത്തിൻ്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നത്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഒരു സാധാരണ ജനങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ ഇപ്പോൾ വി എസ് സുലോചനൻ്റെ വാക്കുകൾ കടമെടുത്താൽ നമുക്കറിയാം, മെയ് 4-ന് അറിയാം ഞാൻ LDF-ന്റെ പാലം വലിച്ചോ ഇല്ലയോ എന്ന്.